ശ്രീ പ്രശാന്ത്, ഇപ്പം UDF സർക്കാരിന് PM ശ്രീ പദ്ധതിയിൽപ്പെട്ട് കിടക്കുകയാണ്. ഇത് ഇറക്കാനും വയ്യ, ഈ തുപ്പാനും കഴിയാത്തൊരവസ്ഥയുണ്ടെന്ന് നമ്മൾ പറയാറില്ല. അതേ രീതിയിൽ തന്നെയാണ്. കാരണം ഇത് ഫണ്ട് കിട്ടുന്ന കാര്യമാണ്. ഇതിന് മറുഭാഗത്ത് ഇത് RSSൻ്റെ അജണ്ടയാണ് നടപ്പിലാക്കുന്നത് എന്നൊക്കെ പറയുകയും ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിൽ അതൊരു തെറ്റിദ്ധാരണയാണ് പരത്തിയിരിക്കുന്നത്. ഇപ്പം KM ഷാജി തന്നെ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്, പ്രതിപക്ഷത്തായിരുന്നപ്പോൾ ഇത് അറബിക്കടലിൽ എറിയണമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ KM ഷാജി തിരുത്തിയിരിക്കുകയാണ്. എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഫലം? ഇതിനകത്ത് രാഷ്ട്രീയത്തിനകത്ത് നിൽക്കുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ എതിർക്കുന്നതിന് വേണ്ടി പല ന്യായവും പറയാം, നാട്ടുകാരെ പറ്റിക്കാം, കയ്യടി മേടിക്കുന്ന രീതിയിൽ പ്രസംഗിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാനത്തിൻ്റെ വികസനം ആ സംസ്ഥാനം മാത്രമായിട്ട് വിചാരിച്ചാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അവസ്ഥയൊന്നുമില്ല. മാത്രമല്ല, സംസ്ഥാന ഭരണവും കേന്ദ്ര ഭരണവും പരസ്പര ധാരണയോടുകൂടി മുന്നോട്ട് പോകുന്നതിനകത്തും പിന്നെ കേന്ദ്രത്തിനെ എന്തും അടിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഒരവസ്ഥയൊന്നും സംസ്ഥാനത്തില്ല സാറേ. ഇത് നമുക്ക് ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ ഉപേക്ഷിക്കാനുള്ള ചില മാനദണ്ഡങ്ങളും അല്ലെങ്കിൽ നിയമങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ വിഷയത്തിനകത്തും അതുണ്ട്. അപ്പം ഇതിനകത്ത് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP ആണെങ്കിൽ ആ BJPയുടെ ഭാഗമല്ല കോൺഗ്രസ് എന്ന് പറയുന്നത്, വേറൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷേ കേന്ദ്ര ഭരണത്തിൻ്റെ ഭാഗമല്ലാതെ സംസ്ഥാന ഭരണത്തിന് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. അപ്പം ഇതിനകത്ത് പലതിനകത്തും ആ ഫണ്ട് വേണമെങ്കിൽ രാജ്യത്തിൻ്റെ ആരോഗ്യവകുപ്പിനകത്ത് പുരോഗതിക്കകത്ത് പല രീതിയിലുള്ള ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് വരുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിനകത്ത് പല രീതിയിലുള്ള ഫണ്ടുകൾ വരുന്നുണ്ട്. മറ്റ് പലതിനും ഈ പറയുന്നത് പോലെ ഇത്ര ശതമാനം അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് രാജ്യം മൊത്തത്തിൽ വികസിക്കുന്നതായിട്ടുണ്ട്, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇത്ര ശതമാനം ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് തരുമെന്ന് പറഞ്ഞ് ഓരോന്നിനും വകുപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം കേന്ദ്രത്തിൽ നിന്നുള്ളതാണ്. നരേന്ദ്രമോദി BJPക്കാരനാണ്, പണ്ട് RSSകാരനായതുകൊണ്ട് മേടിക്കേണ്ടെന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയോ അല്ലെങ്കിൽ മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഗവൺമെൻറ്റിനെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കുറ്റം പറയാം. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റായിട്ട് വരുമ്പോൾ അത് മേടിച്ച് മുന്നോട്ട് പോയാലേ വികസിപ്പിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ വന്ന് പ്രചരണം നടത്തിയ റേവന്ത് റെഡ്ഡി രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കും നരേന്ദ്രമോദി അടുത്ത് ചെന്നിട്ട് തോളയിലും കഴിയിട്ട് കാലും തിരുമ്മിയിട്ട് അയാൾക്ക് വേണ്ട ഫണ്ട് മേടിച്ചുകൊണ്ട് പോയി അവിടെ ആ സംസ്ഥാനം മൊത്തം വികസിപ്പിച്ചിട്ടുണ്ട്. മിക്കവാറുള്ള സംസ്ഥാനം DMK എന്തോ ചെയ്യുന്നത്, DMK ഈ സ്റ്റാലിൻ ഇരുന്ന സമയത്ത് സ്റ്റാലിൻ 24 മണിക്കൂർ നരേന്ദ്രമോദിയെ വിളിക്കാവുന്ന തെറിയെല്ലാം വിളിക്കും. പക്ഷേ ആഴ്ചയിൽ ഒരിക്കൽ വീതം നരേന്ദ്രമോദി അടുത്ത് അയാൾ കാണുകയും ചെയ്യും, ആ സംസ്ഥാനത്തിന് വേണ്ട ഫണ്ട് അയാൾ മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. പിന്നെ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ ഒരു ഗുണം നമ്മൾ കാണുന്നത്, ഇന്ത്യയിൽ BJP ഉള്ളിടത്തും ഇല്ലാത്തിടത്തുമെല്ലാം ഇന്ത്യ മൊത്തത്തിൽ പുരോഗതി വരുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് കൊടുക്കുന്നതിനകത്ത് അയാൾ വലിയ കാര്യങ്ങളൊന്നും കാണിക്കില്ല. ഈ PM ശ്രീ പദ്ധതി എന്ന് പറഞ്ഞാൽ തന്നെ നിലവിലുള്ള സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങളും വിദ്യാഭ്യാസ നിലവാരവും മെച്ചപ്പെടുത്തി മാതൃകാ വിദ്യാലയങ്ങളായി മാറ്റുക എന്നുള്ളതാണ്. സ്മാർട്ട് ക്ലാസ് റൂം ആക്കുക, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ, അത് എല്ലാം തന്നെ ഹൈടെക് രീതിയിലേക്ക് കൊണ്ടുവരിക എന്നാണ്. ഇതിനെ ഇവർ വേറൊരു തരത്തിൽ ചിത്രീകരിച്ച് ഷാജി ദിവസം പ്രസംഗിക്കുന്നതില്ല. ഷാജി പറയുന്നത് ഇവിടുത്തെ പിള്ളേരുടെ പാഠപുസ്തകത്തിൽ നിന്ന് ഗാന്ധിയെ എടുത്ത് കളയുന്നതിന്, നെഹ്റുവിനെ എടുത്ത് കളയുന്നതിന്, ഇന്ദിരാഗാന്ധി എടുത്ത് കളയുന്നതിന് ഇതൊന്നും എടുത്തു കളയാൻ പറ്റുന്നില്ലല്ലോ, എടുത്തു കളയാൻ പറ്റുന്ന ഒരവസ്ഥയില്ലല്ലോ. ഈ ഷാജി പറയുന്നത് ആ രീതിയിലേക്ക് വർഗീയമായിട്ട് RSSന്റെ എന്തോ ഭരണഘടന പുസ്തകത്തിനകത്ത് കൊണ്ടുവരാനോ അല്ലെങ്കിൽ RSSന്റെ നേതാക്കന്മാരെ ഇടപെടുന്നില്ല. ഈ കേരളത്തിലെ ഈ ഫണ്ട് മേടിച്ചെന്ന രീതിയിൽ വിദ്യാലയത്തിന്റെ കാര്യങ്ങൾ എങ്ങനെ അതിനകത്ത് ചില ഡിസിപ്ലിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ വിദ്യാലയത്തിന്റെ ക്ലാസ് റൂമുകൾ എങ്ങനെ ആയിരിക്കണം എന്ന് കാണുമായിരിക്കും. ചില ബോർഡിന്റെ ഇങ്ങനത്തെ കുറെ ഇന്റർനാഷണൽ മാനദണ്ഡങ്ങൾ ഉണ്ടാവും, കാണും. അല്ലാതെ ഇവിടുത്തെ ഇതിനകത്ത് മൊത്തം മാറ്റം വരുത്തി ഇന്നത് എഴുതി ചേർക്കണമെന്നല്ല. നമ്മുടെ പിന്നെ പുസ്തകത്തിനകത്ത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ചരിത്രം ഉണ്ടാവണം. അല്ലെങ്കിൽ ഇന്ത്യ ഈ പറഞ്ഞ പോലെ ഇയാൾ പറഞ്ഞതുപോലെ ഗാന്ധിജി ഉണ്ടാവണ്ടേ, ഗാന്ധിജിക്ക് മുന്നേ ഉള്ള ആൾക്കാർ വേണ്ടേ, ഇന്ത്യക്ക് ഒരു ചരിത്രം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പാരമ്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ആൾക്കാർ അറിയണ്ടേ. ഇത് ഈ പറയുന്ന പുസ്തകങ്ങളിൽ കൂടി വായിച്ചല്ലേ നമുക്ക് അറിയാൻ പറ്റൂ. അല്ലെങ്കിൽ 100 കൊല്ലത്തിന് മുമ്പ് അല്ലെങ്കിൽ 500 കൊല്ലത്തിന് മുമ്പ് ഇന്ത്യ മഹാരാജ്യത്ത് നടന്ന കാര്യങ്ങൾ ഇപ്പൊ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ലല്ലോ. അപ്പം ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ നേരത്തെ പിണറായി വിജയൻ വളരെ മര്യാദയ്ക്ക് ആ കാര്യം പൈസയും മേടിച്ച് ഇവിടെ 10 സ്കൂൾ വികസിപ്പിക്കാൻ നോക്കിയപ്പോൾ നമ്മുടെ ബിനോയ് വിശ്വ വിളിച്ചു പോയിക്കൊണ്ട് പറഞ്ഞു അത് ശരിയാവത്തില്ലെന്ന്. അന്ന് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് വന്നല്ലോ. അപ്പം അന്ന് പ്രതിപക്ഷവും ഇതേ അവസ്ഥയിലത് അവരുടെ ജോലിയാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അതേ പറയാൻ പറ്റൂ. അവർക്ക് എങ്ങനെയും ഭരണത്തിൽ വരുന്നതിന് വേണ്ടി ഇതിനകത്ത് ഈ PM ശ്രീ പദ്ധതിയിലെ കൂടുതൽ ഫണ്ട് അനുവദിക്കുന്നത് കേന്ദ്രമാണ്. ഒരു വിഹിതം
സംസ്ഥാനവുമാണ്. ഈ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം അതുപോലെ തന്നെ സമഗ്രമായ വിദ്യാഭ്യാസ പദ്ധതിയാണ് പറയുന്നത് എന്നുള്ളതാണ്. അതെ അതാ ഞാൻ പറഞ്ഞത്. ഇതിനകത്തൊരു ഈ സ്കൂളുകൾക്കകത്തുനിന്ന് വാർത്തെടുക്കുന്ന വിദ്യാർത്ഥികളെ ഒരു പ്രത്യേക അവസ്ഥയിലേക്ക്, അതായത് വരുന്ന കുഞ്ഞുങ്ങൾ രാജ്യത്തിന് ഉതകുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവന് ഗുണം ഉണ്ടാവുമ്പോഴാണല്ലോ ഒരു രാജ്യത്തിന് ഗുണം ഉണ്ടാവുന്നത്. കാരണം ഇപ്പം നമ്മള് ഒരു രാജ്യത്തിന്റെ പുരോഗതി എന്ന് പറയുന്നത് ചെറുപ്പക്കാരുടെ പുരോഗതിയാണ്. ഇപ്പൊ സാറിന് സമ്പത്ത് ഉണ്ടാവുന്നത് ഈ രാജ്യത്തിന് ഗുണമാണ്. അത് അറിവില്ലായ്മ ആൾക്കാരെ പറയത്തുള്ളൂ. രാജ്യത്തിന്റെ ഗുണത്തിലൂടെയാണ് എനിക്ക് സമ്പത്ത് ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് സമ്പത്ത് ഉണ്ടാകുമ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ടാക്സ് ആർക്കാ? നമ്മുടെ ഇവിടുത്തെ ചില ആൾക്കാർ പറഞ്ഞു പിടിപ്പിക്കുന്നത് അംബാനി ഇത്ര കോടി രൂപയുണ്ട്, 1 ലക്ഷം കോടി രൂപയുണ്ട്, നമുക്കുണ്ടോ പറയണം. അംബാനി മാസം കൊടുക്കുന്ന ടാക്സ് നമ്മൾ കൊടുക്കുന്നോ? അല്ലെങ്കിൽ ആ വ്യവസായി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഏതവസ്ഥയിലേക്ക് പോകും? ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്പന്നമായിട്ടുള്ള അമേരിക്കയിലല്ലേ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്ന വ്യവസായികളുള്ളത്. നമ്മുടെ ഇവിടെ കോടീശ്വരന്മാർ കൂടുതലാവുന്നത് നമ്മുടെ രാജ്യത്തിന് ഗുണം ഉണ്ടാകത്തേ ഉള്ളൂ. ആ ബിസിനസ്, അവൻ ചെയ്യുന്ന ബിസിനസ് ഇന്ത്യയിലാവുമ്പോൾ ആ ഇന്ത്യക്കകത്ത് അവൻ കൊടുക്കുന്ന തൊഴില്, അവൻ കൊടുക്കുന്ന ടാക്സ്, അല്ലെങ്കിൽ അവൻ ഇവിടെ ഉണ്ടാക്കുന്ന സംവിധാനം, ഇത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ വികസനത്തിനാണ് ഉപയോഗിക്കുന്നത്. ആ രീതിയിലേക്ക് ഇപ്പൊ സ്കൂളുകളിൽ കൂടി നാടിന് ഗുണം ചെയ്യുന്ന, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് പിള്ളേരെ ആ രീതിയിൽ മോൾഡ് ചെയ്തെടുത്ത് അവൻ നാടിന് ഗുണമാകുന്ന രീതിയിലേക്ക് വന്നാൽ അതിന്റെ പുരോഗതി നാടിനുണ്ടാവും. അപ്പൊ സാധ്യതകൾ അടച്ചുകൊണ്ട് പോകുന്നത് കേന്ദ്രത്തിൽ നിന്ന് അത് വേണ്ട, BJP-കാരനായതുകൊണ്ട് വേണ്ട എന്നുള്ള രീതിയിൽ പ്രചരണം നടത്തി അത് മേടിക്കാതിരുന്നാൽ ആ ഫണ്ട് അങ്ങ് പോകും. അപ്പൊ ഇത് മേടിക്കാതിരിക്കാൻ നേരത്തെ ഒപ്പിട്ട് വെച്ചിട്ട് തൽക്കാലം ഇലക്ഷൻ ആയിട്ട് അങ്ങോട്ട് മരവിപ്പിച്ച് വെച്ചാൽ അവരെ ഒപ്പിട്ടു, അതിന്റെ സ്റ്റേപ്പ് മാറ്റിക്കൊണ്ട് ബാക്കി ഫണ്ടും മേടിച്ച് എനിക്ക് തോന്നുന്നു 6 മാസം കൂടെ ഉള്ളു ഇതിന്റെ കാലാവധി. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ കൂടി ഒന്ന് 2 മാസം കൂടെ കാണും. ഏതാണ്ട് 1 കൊല്ലത്തിനകത്തുള്ള കാലാവധി. കാശ് മേടിച്ച് ഏതാണ്ട് 10-700 കോടി രൂപ ഉണ്ടെന്ന് തോന്നുന്നു. ആ പൈസ മേടിച്ചിട്ട് അത്രയും. അല്ല, കഴിഞ്ഞ സർക്കാർ പറയുന്നത് ഞങ്ങൾ ഫണ്ട് വാങ്ങിച്ചിട്ടില്ല, കാരണം CPI ഇതിനെ എതിർത്തു എന്നുള്ളതാണ്. CPIയുടെ ഒരു വിവരക്കേടായിരുന്നു അതിനകത്ത് കാണിച്ചത്. അതെ CPIയുടെ വിവരക്കേട് എന്ന് പറഞ്ഞാൽ CPI എപ്പോഴും വിവരക്കേടാണല്ലോ. കാരണം വിവരക്കേട് മാത്രമേ ഉള്ളൂ, പാർട്ടി ഇല്ലല്ലോ, ആ സംവിധാനമേ തീർന്നു. അതെ, ബിനോയ് വിശ്വത്തിന്റെ ഒരു വിവരക്കേടെന്ന് പറയാം. അപ്പൊ അതിങ്ങനെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു. അപ്പൊ ഷാജി അന്ന് അതിന്റെ കൂടെ ഭാഗം എന്ന് പറഞ്ഞു. ഷാജിക്ക് അധികാരത്തിൽ വരുന്നതിന് വേണ്ടി പറഞ്ഞു. ഷാജി അധികാരത്തിൽ വന്നപ്പോൾ ഷാജിക്ക് അറിയാം ഇത് മേടിക്കാതിരിക്കാൻ ഒക്കത്തില്ല, ഇത് മേടിക്കുന്നുണ്ട് യാതൊരു കുഴപ്പവുമില്ല. ഇവിടെ ഈ PM ശ്രീ ഫണ്ട് മേടിച്ചാൽ ഇവിടെ ആരെയും BJP-കാരനാക്കാനൊന്നും ഒക്കുന്ന ഒരു അവസ്ഥയില്ല. അപ്പം ഷാജി എന്ന് പറഞ്ഞു, ഷാജി പച്ചയ്ക്കങ്ങ് പറഞ്ഞു. ഞാനെന്ന് പറഞ്ഞു ഒന്ന് എടുത്ത് കുത്തി എടുത്തോണ്ട് വരണ്ട. ആ സാഹചര്യത്തിൽ അത് പറഞ്ഞു. ഇപ്പോഴത്തെ സാഹചര്യം ഇതാണ്, ഫണ്ട് മേടിച്ചേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അതായത് BJP-യുടെ PM ശ്രീയുടെ ഫണ്ട്, ഇപ്പൊ സംസ്ഥ കഴിഞ്ഞ ദിവസം വലിയ ബഹളമോ PM ശ്രീ ഫണ്ട് മേടിക്കുന്നതിനെ പറ്റി UDF പുനർപരിശോധിക്കണം, മറ്റു പലതും. അപ്പം അവരും വിചാരിച്ചിരിക്കുന്നത് ഈ PM ശ്രീ ഫണ്ട് ഇവിടെ മേടിച്ചുകൊണ്ട് വന്ന് സ്കൂളുകളിൽ മൊത്തം രാമായണം പഠിപ്പിക്കുമെന്നോ ഭാഗവതം പഠിപ്പിക്കുമെന്നോ മറ്റു പലതോ, അല്ലെങ്കിൽ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുമെന്നോ മറ്റു ചിലത് അറിയാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുമേ പറഞ്ഞിട്ടില്ല. ഇവിടുന്ന് കഴിഞ്ഞ ദിവസം തന്നെ ഈ VD സതീശൻ മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ തന്നെ പറഞ്ഞത് കരിക്കുലത്തിനകത്തൊന്നും ഇടപെടാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളെല്ലാം തത്വത്തിൽ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇക്കാര്യങ്ങളിൽ ബന്ധപ്പെടാനും തിരുത്താനും ഒക്കെയായിട്ട് മന്ത്രിസഭയുടെ ഉപസമിതിയെയും തീർച്ചപ്പെടുത്തിയിരുന്നു. അതായത് അത് മേടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നർത്ഥം. എന്ന് വെച്ചാൽ അതിനകത്ത് നേരത്തെ മാധ്യമങ്ങൾ പോലെ വലിയ ചർച്ചയോ വലിയ കാര്യങ്ങളോ വലിയ പ്രശ്നങ്ങളോ ഒന്നുമില്ല. നേരത്തെ ഇങ്ങനെയല്ലായിരുന്നല്ലോ മാധ്യമങ്ങൾ നേരത്തെ PM ശ്രീയുടെ ഒരു വിഷയം വന്നപ്പോൾ ഏത് ആർജവത്തിലായിരുന്നു ആ വിഷയം കൈകാര്യം ചെയ്തെന്നുള്ള കാര്യം അറിയാമല്ലോ. അപ്പൊ ഇതിനകത്ത് അവരാ രീതിയിലൊന്നും കൈകാര്യം ചെയ്യുന്നില്ല. PM ശ്രീ മേടിക്കാൻ UDF തീരുമാനിക്കുന്നു, അത്രേ ഉള്ളൂ വാർത്ത. മറ്റേ PM ശ്രീ മേടിക്കാമോ, നരേന്ദ്രമോദി എന്താണ് ഇവിടെ നടപ്പാക്കാം, RSS അജണ്ട, ഇത് മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ആ രീതിയിൽ ചർച്ച കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ആയതുകൊണ്ടാണ്. പിണറായി വിജയനെ പണിയുക അതിന്റെ ഉദ്ദേശം മനസ്സിലായില്ലേ? അപ്പം ആ രീതിയിലേക്കുള്ള കാര്യം ഇപ്പൊ നമ്മൾ വേണമെങ്കിൽ പറയാം, മതമാണ് പ്രശ്നം എന്ന് പറഞ്ഞ KM ഷാജിയും ഏതാണ്ട് BJP ലൈനിലേക്ക് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പോയി എന്ന് വേണമെങ്കിൽ പറയാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.